ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള മെഡിക്കൽ വീഡിയോസോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസോ അല്ലെങ്കിൽ വേറൊന്നുമല്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അത് കാരണമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള രീതിയിൽ, നമ്മുടെ ഒരു ഫാമിലി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ഈ ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. കാരണം നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ആ രീതിയിലാണോ ചിന്ത പോയിട്ടുള്ളതെന്ന് ജസ്റ്റ് പറയാം. നമ്മളെല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കത്തിക്കേറി നിൽക്കുന്നത് ഒരു വ്യക്തി എന്നുള്ളതാണ്. ആ ഒരൊറ്റ വ്യക്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പലരും വീഡിയോസ് ചെയ്യുന്നത്. നെഗറ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് വല്ലാതെ ഇങ്ങനെ പറയുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഏതാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു രോഹിത് എന്തോ ആണ്, ഐ തിങ്ക് സോ ആളുടെ പേര്. ആളിനെയും ആളുടെ വൈഫ് അതുപോലെ അമ്മ ഇവരൊക്കെ ഇൻവോൾവ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ. അപ്പം അവർ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന കുറച്ച് പരാമർശങ്ങൾ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ചില കാര്യങ്ങളെ എടുത്തു വെച്ച് ട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ധാരാളം വീഡിയോസ് കാണാനിടയായി. അപ്പം ഞാൻ ആക്ച്വലി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി പറയാം, എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് കാണുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ തന്നെ തോന്നിയത്, ഇതെന്തിനിങ്ങനെ ആൾക്കാർ ഇതിനെ നെഗറ്റീവായിട്ട് ലൈക്ക് ഒരു വ്യൂസ് കൂടാനാണോ എന്തിനാ അറിയില്ല, നെഗറ്റീവായിട്ട് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാണോ പറയുകയാണെങ്കിൽ നിന്നപ്പം ഹസ്ബൻഡിനും സെയിം തിങ് തന്നെയാണ് തോന്നിയത്. ചില കാര്യങ്ങൾ ശരിയാണ്, നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ മറ്റൊരാൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾക്ക് അനുസരിച്ച് തന്നെ എല്ലാവരും ചെയ്യണമെന്ന് പറയുന്നത് നമ്മളൊരു സെൽഫിഷ്നെസ് അല്ലേ. മറ്റൊരാൾ നമ്മളെ ദ്രോഹിക്കാനൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമാക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പെക്സ് എന്തോ 3D ഗ്ലാസ്, ഐ മീൻ കണ്ണാടി, നമ്മുടെ സ്പെക്സ് അവർ എന്തോ സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് എന്താണ് ക്ലീൻ ചെയ്യുന്നത് കണ്ടു. അപ്പോഴത്തേക്ക് അതിനെ എടുത്തു പിടിച്ച് റിയാക്ട് ചെയ്യാൻ ആൾക്കാർ, നെഗറ്റീവായിട്ട് ട്രോൾ ചെയ്യാൻ ആൾക്കാർ. ഞാൻ ഓർത്തു, അതിലെന്താ ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ളത്? നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്ലീൻ അല്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര വൃത്തിക്കും വെടുപ്പിലും കണ്ടു കഴിഞ്ഞാലും അതിൽ എത്രത്തോളം ജേംസ് ഉണ്ടാവും, ബാക്ടീരിയ ഉണ്ടാവും. ഞാൻ എന്താ പറഞ്ഞില്ലേ ടോയ്ലറ്റ് ഹൈജീനെ പറ്റിയിട്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ ജേംസ് അല്ലെങ്കിൽ ബാക്ടീരിയ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മളുടെ കണ്ണുകൊണ്ട് കാണാത്ത പലതും ഉണ്ടാവും. അപ്പം നമ്മൾ ഒബ്വിയസ്ലി മറ്റു ആൾക്കാരൊക്കെ യൂസ് ചെയ്തതാണല്ലോ എന്നുള്ളതൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത് നോർമലി പുള്ളി ചെയ്തതായിട്ട് നമുക്ക് എടുക്കാമല്ലോ. പക്ഷെ അതിനെയും എടുത്ത് വെച്ച് ട്രോൾ ചെയ്യുന്നതും നെഗറ്റിവിറ്റി പറയുന്നതൊക്കെ. പിന്നെ ഒന്ന് കണ്ടിട്ടുള്ളതാണ്, ആള് കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് നിയർ ബൈ ആയിട്ടുള്ളതൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുന്നു. ആള് ഡോക്യുമെന്റ് ചെയ്യുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇനിയിപ്പോൾ മേ ബി ഈ രോഹിത് എന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സ്വന്തമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ഈ രോഹിത് എന്ന് പറയുന്ന ആള് വേറെ ആരുടെയെങ്കിലും കേസിൽ ഇതുപോലെ ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ടാവായിരിക്കാം. അതിൻ്റെ ഒരു വെളിച്ചത്തിലായിരിക്കാം ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. വാട്ടെവർ, ആളൊരിക്കലും പലതും ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മുടെ തലയിലേക്ക് ഇന്നത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. ഈ നെഗറ്റിവിറ്റി നമ്മുടെ മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് തോന്നുന്നത് ഒരാളുടെ നെഗറ്റിവിറ്റി. ഇപ്പോൾ പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ പോസിറ്റീവ്സ് ആയിരിക്കണം എന്നില്ല. ലൈക്ക് നിങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതി, ഞാൻ പോസിറ്റീവ് ആണെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും കാര്യം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആള് പോസിറ്റീവ് ആണെന്ന് കരുതി ആളുടേതായ ഒരു പാത്തിൽ കൂടെ പോകുമ്പോൾ നമ്മളതിൽ വെറുതെ ഞൊഴിഞ്ഞ് ഒരു പറയേണ്ട ആവശ്യമില്ല. പലരും പറയാറുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നാട്ടുകാർക്കൊക്കെ പലതും പറയാനും കമൻറ്റ് ചെയ്യാനും ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. അത് നമ്മൾ എല്ലാത്തിനും ഒരാളുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആളിനെ പേഴ്സണലി വ്യക്തിഹത്യ എന്നൊക്കെ പറയില്ല, അതൊക്കെ ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. എപ്പോഴും ഒരു ബൗണ്ടറി വിട്ടു പോകുമ്പോൾ അതൊരു ഫണ്ണിനേക്കാൾ അപ്പുറമാവും. അപ്പോൾ ഈ പറയുന്ന രോഹിത് തന്നെയാണെന്ന് തോന്നുന്നു. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആളുടെ വീഡിയോസ് ഒന്നും കുറേ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ആൾ ചെയ്യുന്ന ചില ഗുഡ് കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീഡിയോസ് എനിക്ക് എൻ്റെ സജഷനിൽ വന്നിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ,
ആള് ബീച്ചിലൊക്കെ പോയിട്ട് സിറിഞ്ചസ് എടുക്കുന്നു. അത് ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. കാരണം ഈ ഒരു സിറിഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ അബദ്ധവശം, നിങ്ങളോ ഇതൊന്നും ക്ലീൻ ആക്കാനൊന്നും പോകുന്നില്ല. ഇനി അബദ്ധവശം നിങ്ങൾ എങ്ങാനും അത് ചവിട്ടി കാല് കൊണ്ട് മുറിയോ എവിടെയെങ്കിലും കൈ കൊണ്ട് മുറിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളത്, മുൻപ് എടുത്തിട്ട് ഉപേക്ഷിച്ചിട്ടുള്ളത് ആരാണോ ഉപയോഗിച്ചിട്ടുള്ളത് അവർക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പം ഈവൻ റെസ്റ്റ് പിടിച്ചിട്ടുള്ള എന്തായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്കത് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ആള് നമ്മളായിട്ടോ ഒന്നും ചെയ്യുന്നില്ല, ആളുടെ ഇഷ്ടത്തിന് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങളായതുകൊണ്ട്. ഒരിക്കലും സൊസൈറ്റിക്ക് നെഗറ്റീവായിട്ടുള്ളത് ഒരു പബ്ലിക്കിലേക്ക് ഒരു മെസ്സേജും ആൾ പാസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ആളുടെ എന്ന് പറയുന്നത് സില്ലി ആയിട്ടുള്ള പല കാര്യങ്ങളും ആൾക്കത് വലിയൊരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. അത് അവരുടേതായ ഒരു നേച്ചറാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്, നമ്മൾ വളർന്നിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഫാമിലിക്ക് അത് ഓക്കെയാണ്, അവരുടെ വൈഫിന് ഓക്കെയാണ്, ഫാമിലിക്കൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കെന്താ പ്രശ്നം? ആളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആളുടെ ഒരു റൈറ്റാണ്, അവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം, എങ്ങനെ ഇടണം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പല രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പലരും ഇതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, എന്നാൽ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് വെറും എക്സ്പോഷർ എന്നുള്ളതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, തെറ്റായിട്ടുള്ള ഇമേജ് പുറത്തേക്ക് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് മറ്റൊരാളെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ടതുള്ളൂ. അതല്ലാതെ ഈ ഒരു കക്ഷി ചെയ്യുന്നത് വെച്ച് നമുക്ക് ഒരിക്കലും അങ്ങനെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അത് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പലർക്കും അതുപോലെ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ നമുക്ക് എല്ലാവർക്കും. അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതുപോലെ പോയിട്ട് ക്ലീൻലിനെസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റും. പിന്നെ അവർ തന്നെ കോമഡിക്ക് OCD എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതുപോലെ തന്നെ വിസിലിൻ്റെ കാര്യം, വിസിൽ എന്തോ ഇൻ്റർവ്യൂവിൽ എന്തോ ഒരു ഭാഗമായിട്ട് വിസിൽ കൊടുത്തു. അപ്പോൾ എന്തോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത്, ക്ലീൻ ചെയ്യാനല്ല, അവർ കൊടുത്ത സമയത്ത് ആളുടെ വൈഫ് പറഞ്ഞു ഇതൊന്നും ടിഷ്യൂ പേപ്പർ തന്നെ, ഞങ്ങൾക്ക് ചെറുതായിട്ട് OCD ഉള്ള പ്രശ്നം. പക്ഷേ OCD എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വളരെ സില്ലി ആയിട്ടോ അല്ലെങ്കിൽ പ്രൗഡായിട്ടോ പറയേണ്ട ഒരു കാര്യമല്ല OCD എന്നുള്ളത്. മേ ബി അവരുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അവർ ഭയങ്കര ക്ലെൻലിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും, വളരെ ഹൈജീനിക് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അതൊരിക്കലും നമുക്കതിനെ OCD എന്ന് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അവരുടെ ഡീപ്പ് ഇൻസൈഡ് അവരെന്താണെന്നുള്ളത് അവരുമായിട്ട് ഞാൻ ഇടപഴകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുറമേൽ കാണുന്ന 1-2 വീഡിയോസ് വെച്ചിട്ട് മാത്രമാണ്, അവരെ ട്രോൾ വീഡിയോസും നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ അവരെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് എന്നുള്ള OCD തന്നെയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ OCD എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രൗഡ് ഫീലിങ്ങിലോ ഞാൻ ഭയങ്കര OCD അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. വളരെ എക്സ്ട്രീമായിട്ട് പോകുന്നൊരു കാര്യം തന്നെയാണ്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഡെയിലി ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് OCD എന്ന് പറയുന്നത്. അപ്പോൾ OCDനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ കാണാം. പിന്നെ ഒരു വിസിൽ ക്ലീൻ ചെയ്യാനായിട്ട് ചോദിക്കുന്ന സമയത്ത് വിസിൽ എന്താ നമ്മളിപ്പോൾ അവരെത്ര ക്ലീനായിട്ട് കൊണ്ടുവന്നതാണെങ്കിലും നമ്മളിപ്പോൾ ജസ്റ്റ് ചില ആൾക്കാർ നമ്മുടെ തുണി വെച്ചിട്ട് തന്നെ തുടക്കുന്നവരുണ്ടാവും. അവരാണെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വാങ്ങി ജസ്റ്റ് വൈപ്പ് ചെയ്തു. അതിൽ തെറ്റെന്തായിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് ഇതുപോലെ റൂമിൽ പൊടി കണ്ടു, ഏതോ റൂമിൽ ഓയോ റൂമിലൊക്കെ പോയിട്ട് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ചിലപ്പോൾ നീറ്റായിട്ടുള്ളതായിരിക്കാം ഇഷ്ടം. അപ്പോൾ അവരത്രയും പൈസ കൊടുത്തിട്ട് ഒരു റൂം എടുത്തിട്ട് അത് വൃത്തിയില്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ അത്രയും ചെറിയൊരു പൊടിയൊന്നും വലിയ വിഷയമായിരിക്കില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം പറഞ്ഞതുപോലെ ഡസ്റ്റ് അലർജി ഉള്ള വൈഫുണ്ട്, അതുപോലെ അങ്ങനെ പലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കാം. അതുമാത്രമല്ല, ഇനിയിപ്പോൾ അവർ ഒന്നാമതെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്, ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു രീതിയിൽ മറ്റെവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ക്ലീൻ അല്ലാതെ കാണുമ്പോൾ പുള്ളിക്ക് അത് ഒബ്വിയസ്ലി ഇപ്പം നമ്മളിപ്പോൾ ഏത് ഫീൽഡിലാണോ നമ്മൾ ഇരിക്കുന്നത്, ഇപ്പോൾ ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് ഒരു രോഗാവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായത് കാരണം തന്നെ ആൾ ചിലപ്പോൾ അതിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഈ ക്ലീൻ അല്ലാത്തതും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതൊരു തെറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ആളുടെ ഷൂ നോക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഷൂ എന്ന് പറയുന്നത് ആൾ തന്നെ പറയുന്നുണ്ട് ആ ഷൂവിൻ്റെ അത് വൃത്തികേടായി ചളി പിടിച്ച് അങ്ങനത്തെ ഒരു രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി അതിൻ്റെ കളർ തന്നെ ആയിരിക്കാം. പക്ഷേ
ആൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു, ആളുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നു. നമുക്കൊരു ദ്രോഹമായിട്ട് അതൊരിക്കലും നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ നെഗറ്റീവ് മെസ്സേജ് അതിൽ കൂടെ വരുന്നില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ യൂട്യൂബ് ചാനലിൽ പലതും ഇടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലതും കാണാറുണ്ട്. അതിലൂടെ വഴി തെറ്റുന്ന ആൾക്കാരുണ്ട്, തെറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്തിനും വലിയ കാര്യമാക്കി എടുക്കുന്നതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് പാടാക്കി എടുക്കുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളത്. പക്ഷെ അതെന്ന് വെച്ചാൽ ഒരാളിനെ നമുക്ക് തിരുത്തെടുക്കാൻ പറ്റില്ലല്ലോ. ആള് കാരണം നമ്മളാരും നെഗറ്റീവായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അതിലൊരിക്കലും തെറ്റായിട്ടുള്ള മാർഗത്തിലേക്ക് ആരെയും അടിച്ചേൽപ്പിക്കുന്നുമില്ല, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആൾ പുറത്തേക്ക് പോകുന്നതുമില്ല, വിടുന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ വിഷയമുള്ളത്? പിന്നെ ഒന്ന് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ KFC ഫുഡ് മാക്സിമം വീട്ടിലത്തെ തന്നെ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ഇപ്പോൾ ഈവൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഫുഡൊന്നും പുറത്തൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇൻ എ വൈൽ, കുറേ മന്ത്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മന്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫാമിലിയായിട്ട് മീറ്റ് അല്ലെ പുറത്തു പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഫുഡ് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അതിലെന്താ വിഷയം എനിക്ക് തോന്നിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനകത്തൊരു വിഷയം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങളൊക്കെ യോജിക്കുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എനിക്ക് അറിയണം. കാരണം ഒരാൾ വെറുതെ ആവശ്യമില്ലാതെ നെഗറ്റീവ് മാത്രം നോക്കിയിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ആൾ ചെയ്യുന്ന കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എൻകറേജ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ജസ്റ്റ് പറയണം തോന്നി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.